തരൂർ എന്തുതന്നെ വിമർശിച്ചാലും കോൺഗ്രസിന് തരൂരിനെ വേണം. ശശി തരൂരിനെ അനുനയിപ്പിക്കാൻ രാഹുൽ ഗാന്ധി നേരിട്ട് രംഗത്തിറങ്ങുന്നു. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് വേദിയിൽ AICC പ്രവർത്തക സമിതി അംഗമായ തന്നോട് നേതൃത്വം കാട്ടിയത് കടുത്ത അവഗണനയാണെന്ന വികാരത്തിലാണ് തരൂർ. ഇതിന് പിന്നാലെ സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ MP ഹൈക്കമാൻഡ് വിളിച്ച നിർണായക യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തു. കേരള ജനതയ്ക്കിടയിൽ തരൂരിനുള്ള സ്വാധീനം മനസ്സിലാക്കി ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് തരൂരിനെ അനുനയിപ്പിക്കാൻ രംഗത്തിറങ്ങുകയാണ്. ജനുവരി 28-ന് പാർലമെന്റ് സമ്മേളനത്തിനായി ഡൽഹിയിലെത്തുന്ന തരൂർ രാഹുലുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് വേദിയിലെ ഇരിപ്പിടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംഘാടകർ വീഴ്ച വരുത്തിയെന്നും ആക്ഷേപമാണ് തരൂരിനുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ പാർട്ടിയുടെ മുഖമായ തന്നെ സ്വന്തം നാട്ടിലെ പരിപാടിയിൽ ഒതുക്കിയെന്നാണ് തരൂർ കരുതുന്നത്. പ്രമുഖ നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞ രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ തന്റെ പേര് ഒഴിവാക്കിയതും തരൂരിനെ ചൊടിപ്പിച്ചു. ഇത് മനസ്സിലാക്കി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ തരൂർ എത്തുമ്പോൾ നേരിട്ട് സംസാരിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നു രാഹുലിന്റെ നീക്കം. തരൂർ യോഗത്തിനെത്തുമോ എന്ന് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് നേരിട്ട് ആരാഞ്ഞിരുന്നു. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ വിട്ടുനിൽക്കുന്നുവെന്ന മറുപടിയാണ് തരൂർ നൽകിയത്. തരൂരിന്റെ ഈ നിലപാട് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നും തരൂർ വിട്ടുനിൽക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സാധ്യതകളെ ബാധിക്കുമെന്ന് KPCC ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. യുവാക്കൾ, പ്രൊഫഷണലുകൾ, നഗര കേന്ദ്രീകൃത വോട്ടർമാർ എന്നിവർക്കിടയിൽ തരൂരിലുള്ള സ്വാധീനം നഷ്ടപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നായിരുന്നു സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയത്. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി തന്നെ പ്രശ്നപരിഹാരത്തിന് നേരിട്ടിടപെടാൻ തീരുമാനിച്ചതെന്നാണ് വിവരം. എന്തായാലും മഞ്ഞുരുകാനുള്ള സാധ്യത വ്യക്തമാക്കുന്നുവെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്നലെ നടത്തിയ പ്രതികരണത്തിൽ മനസ്സിലാവുന്നത്. നേതൃത്വവുമായി ശശി തരൂർ അതൃപ്തിയിലാണെന്ന റിപ്പോർട്ടുകൾ രമേശ് ചെന്നിത്തല തള്ളിക്കളഞ്ഞു. തരൂരിന് അതൃപ്തിയില്ലെന്നും അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ശശി തരൂർ പാർട്ടിയുടെ പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരാളല്ലെന്നും ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ വരാതിരുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ഉണ്ടായിരുന്നതിനാലാണെന്നും രമേശ് ചെന്നിത്തലയും ആവർത്തിച്ചു. ശശി തരൂർ രാഷ്ട്രീയ നേതാവ് മാത്രമല്ലെന്നും അദ്ദേഹം ഒരു എഴുത്തുകാരനും പ്രാസംഗികനുമൊക്കെയാണെന്നും അതിനാലാണ് തങ്ങളെപ്പോലെ എല്ലാ പരിപാടികളിലും പൂർണ്ണമായി പങ്കെടുക്കാൻ തരൂരിന് കഴിയാത്തതെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം.